ബെർമുഡ ട്രയാങ്കിൾ ഭൂമിയിൽ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലം. വർഷം 1918. 306 ജീവനക്കാരുമായി ബാറ്റ്മോറിലേക്ക് പോയ US നേവിയുടെ പടുകൂറ്റൻ കാർഗോ ഷിപ്പ് സർഗാസോ കടലിൽ ബെർമുഡ ദ്വീപുകൾക്ക് സമീപം പൊടുന്നനെ അപ്രത്യക്ഷമായി. യാതൊരു സൂചനയും തെളിവും അപായ സന്ദേശവുമില്ലാത്ത ഒരു മിസ്സിംഗ്. 1945 ഡിസംബർ 5 പരിശീലന പറക്കലിന് പോയ US നേവിയുടെ 5 യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് ഇതേ ഏരിയയിൽ വെച്ച് യാതൊരു സൂചനയും നൽകാതെ ഇതുപോലെ തന്നെ കാണാതെയായി. ഇവരന്വേഷിച്ചെത്തിയ 14 പേരടങ്ങുന്ന റെസ്ക്യൂ എയർക്രാഫ്റ്റും സമാന സാഹചര്യത്തിൽ കാണാതെയാകുന്നു. ഇതോടെ നടത്തപ്പെട്ടത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സീ ആൻഡ് എയർ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആയിരുന്നു. ആകാശവും കടലും അരിച്ചു പിറക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. അതോടെ ബെർമുഡ ഐലൻഡ്സിനെയും ഫ്ലോറിഡയും പ്യൂർട്ടോറിക്കോയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സർഗാസോ കടലിലെ സാങ്കല്പിക ത്രികോണത്തിന് ഒരു പേര് വീണു: ഡെവിൾസ് ട്രയാങ്കിൾ അഥവാ ബെർമുഡ ട്രയാങ്കിൾ. 100 Days 100 Stories, Day 79. നമ്മളെല്ലാം അത്രയധികം കഥകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നിഗൂഢ സ്ഥലമായിരിക്കും ബെർമുഡ ട്രയാങ്കിൾ. റേഡിയോ സിഗ്നൽസ് വർക്ക് ചെയ്യാത്ത, മാഗ്നറ്റിക് കോമ്പസ് ദിശ കാണിക്കാത്ത, യാതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും അവൈലബിൾ അല്ലാത്ത ഒരു സ്ഥലം. ബെർമുഡ ട്രയാങ്കിൾ ഇതുവരെയും വിഴുങ്ങിയിട്ടുള്ളത് 75-ലധികം വിമാനങ്ങളെയും 100-ലധികം കപ്പലുകളെയുമാണ്. കാണാതായതാവട്ടെ 1000-ലധികം മനുഷ്യജീവനുകളും. കോൺസ്പിറസി തിയറികൾ പ്രകാരം ഭൂമിയിൽ നിന്നും നരകത്തിലേക്കുള്ള ഒരു വാതിലാണെന്നും ഭൂമിയിലെ അന്യഗ്രഹ ജീവികളുടെ പരീക്ഷണശാലയാണ് എന്നുള്ളതടക്കമുള്ള തിയറികൾ സജീവമാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ശാസ്ത്രത്തിന് സാധിച്ചു. എന്നാൽ സയന്റിഫിക് നിരീക്ഷണങ്ങൾ എന്ന് തോന്നും വിധമുള്ള ചില കോൺസ്പിറസി തിയറികളും ഈ ഒരു വിഷയത്തിൽ സജീവമാണ്. സമുദ്ര അടിത്തട്ടിൽ നിന്നുള്ള മീഥേൻ സ്ഫോടനങ്ങൾ കാരണം ഉണ്ടാകുന്ന കുമിളകൾ അകപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള കപ്പലുകളും വിമാനങ്ങളും എന്നും, അതുപോലെ തന്നെ കടലിനടിയിൽ മുങ്ങിപ്പോയ അറ്റ്ലാന്റിസ് എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് എക്സാക്ട് ബെർമുഡ ട്രയാങ്കിളിന്റെ ആഴങ്ങളിലാണ് എന്നും കോൺസ്പിറസി തിയറികളുണ്ട്. ഇത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത നിരീക്ഷണങ്ങൾ ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിലെ ശാസ്ത്രീയ വിശദീകരണം മറ്റൊന്നാണ്. അത് മറ്റൊന്നുമല്ല, ബെർമുഡ ട്രയാങ്കിളിന്റെ ഈ മിസ്റ്ററി അത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. 20-ാം നൂറ്റാണ്ടിൽ പലയിടങ്ങളിലും ഇത്തരം പല വിമാന കപ്പലപകടങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു കഥ, ഒരു മിസ്റ്ററി ആ ഏരിയയെ കുറിച്ച് പടച്ചു വിട്ടതുകൊണ്ട് കോൺസ്പിറസി തിയറികളിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്ന് മാത്രമാണ് ബെർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢത. സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസ് പ്രകാരം അത് വ്യക്തവുമാണ്. സിമ്പിളായി പറഞ്ഞാൽ, നല്ല തിരക്കുള്ള ഒരു റോഡിൽ വാഹനാപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സാധാരണ റോഡുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്ന് കരുതി ആ റോഡിൽ പ്രേതബാധ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ? എന്നിരുന്നാലും കോൺസ്പിറസി തിയറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം, നമ്മൾ ഈ സംസാരിക്കുന്ന 1.5 മിനിറ്റിനിടയിൽ പോലും 10 പുതിയ കോൺസ്പിറസി തിയറികൾ ബെർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇന്റർനെറ്റിൽ വന്നിട്ടുണ്ടാവും.